ഹായ് ഹലോ. അപ്പൊ ഞാന് പുതിയൊരു വ്ളോഗിന്റെ യാത്രയിലാണ്. ആ യാത്രക്കിടയിൽ ഞാനൊരു ചെറിയൊരു ഹോട്ടൽ കണ്ടു. അപ്പൊ ആ ഹോട്ടലിന്റെ പ്രത്യേകത, ആ ഹോട്ടലിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഈ ചെറിയ ഹട്ട് പോലെ അറേഞ്ച്മെന്റ്, അതിന്റെയൊക്കെ പേര് കേട്ടാല് നെയ്തൽ പ്രദേശങ്ങൾ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് വേർതിരിക്കും. ഇതിലൊരെണ്ണമാണ് നെയ്തൽ, പാലൈ, മരുതം, അങ്ങനെയൊക്കെ ഓരോ പേര് കൊടുത്ത് ചെറിയ ചെറിയ കുടില് പോലത്തെ ഒരു സാധനമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടാണ് ഞാൻ തിരുനെൽവേലി ഇരുട്ടുകട ഹലുവ. കടയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. 4 മണി തുറക്കും. 4 മണി തൊട്ട് 4:30 വരെ, 5 മണി വരെ മാക്സിമം. ആ സമയത്തിനുള്ളിൽ അടയ്ക്കും. അതിനുള്ളിൽ ഹലുവ വാങ്ങണം. ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ഹലുവ, തിരുനെൽവേലി ഹലുവ. അപ്പം ഞാൻ ആ കടയുടെ മുമ്പിലാണ്. കണ്ടല്ലോ, ആൾക്കാരെല്ലാം ക്യൂ നിൽക്കുക കട തുറക്കാൻ വേണ്ടി. അത്രയ്ക്ക് ഫേമസ് ആണ്. അപ്പൊ ഈ കട നിൽക്കുന്നത് തിരുനെൽവേലി നെല്ലിയപ്പർ കോവിലുണ്ട്, ആ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കടയുള്ളത്. ചെറിയ കടയാണ്, ഇപ്പൊ ഇത് കാണുന്നതല്ലേ, വളരെ ചെറിയ കടയാണ്. പക്ഷെ ഇരുട്ടുകട ഹലുവ എന്നാണ് അറിയപ്പെടുന്നത് ഈ കടയുടെ പേര് തന്നെ. ഇവിടുത്തെ ഹലുവ ആണ് വളരെ ഫേമസ് തന്നെ. കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെയൊരു ആംബിയൻസ് ഭയങ്കര വണ്ടിയാട്ടോ, വണ്ടിയുടെ ഇതുകൊണ്ട് സൗണ്ട് പോകും. വളരെ ആംബിയൻസ് കുറഞ്ഞ സാധാരണ ഒരു കട, പണ്ടത്തെ കാലത്ത് ഉള്ള കട പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ആ കടയുടെ മുന്നില് ഇങ്ങനെ ആൾക്കാർ ഇതുപോലെ ക്യൂ നിൽക്കുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റും. വളരെ പുരാതനമായിട്ടുള്ള ഒരു കടയാണ്. ഇതിന്റെ പാരമ്പര്യം അവരിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇവിടുന്ന് ലഭിക്കുന്ന ഹൽവ അതുപോലെ തന്നെ വളരെ പാരമ്പര്യം വളരെ നാച്ചുറൽ ആയിട്ടുള്ളതായിരിക്കും. ഇതുപോലെ ഇത്രയും ചെറിയൊരു ആംബിയൻസ് കടയിൽ ഇതുപോലെ തിരക്കും, ക്യൂ നിൽക്കുന്നു. ആരാധിക്കുന്ന കൈ ഈ കടയില് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം ഞാൻ മേടിക്കാൻ உங்களை பார்த்து எல்லாரும் நிற்பாங்க. அதான் தயவு செய்து நீங்க அந்த பக்கம் வந்துருங்க. இருக்க மாட்டாங்க. நீங்க வந்துட்டு தயவு செய்து அந்த பக்கம் வாங்க. വാങ്ങിച്ചിട്ടുണ്ട്, അധികം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ. ഒരു തട്ടിപ്പ് ഒറിജിനൽ സാധനം ഇതാണ്. പാക്കറ്റ് അര പാക്കറ്റാണ് ഒറിജിനൽ. ഇതിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ടേസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ചെറിയ ഇലയിൽ തരും, നിങ്ങളെ കാണിക്കും. ഇതാണ് നമുക്ക് സാമ്പിള് കഴിക്കാൻ വേണ്ടി തരുന്നത്. എങ്ങനെയാണ് ഇലക്കകത്ത് ഇതുപോലത്തെ ഒരു ചെറിയ വാഴയില മട്ട എടുത്തിട്ട് അതിന്റെ ഇതുപോലെ ഇരിക്കും. സാധാരണ നമ്മൾ കാണുന്ന ആ ഹലുവയല്ല ഇത്. ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടോ, സരക്കു ഇരിക്കുന്നത് ഇങ്ങനെ വലിച്ചാൽ. അപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്യുകയാണ്. ഇത് എന്റെ പുറകെ കാണുന്നതാണ് ആ കട. അതിപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ ഹലുവ കഴിക്കുന്നത് പോലെയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹലുവയാണ്. നെയ്യുടെ മധുരത്തിന്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഒത്തിരി ഇരിക്കുന്നത് ഇരുട്ടുകട ഹലുവ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. സാധാരണ കാണുന്ന ഹലുവ പോലെയുള്ള ഒരു സ്ട്രക്ചർ അല്ല ഇതിനുണ്ട്. ഇതിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് പിടിക്കുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ ഒരു തുള്ളി എണ്ണ പോലും പറ്റത്തില്ല. അതായത് ഇതിന്റെ കൂട്ട് എന്താണെന്നും ഈ കടയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ട്. ഇത് പാരമ്പര്യമായിട്ടുള്ള ഉണ്ടാകുന്ന ഹലുവയാണ്. ഇതിന്റെ കൂട്ടൊക്കെ അവർക്ക് നാട്ടിൽ വെളിയിലാക്കി വന്നിട്ടില്ല.